അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. നമ്മുടെ ഇന്നത്തെ പാഠം ദ വില്ലേജ് ഫാർമസി എന്നുള്ളതാണ്. ഫാർമസി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, എന്ത്, മരുന്നുകട, ഔഷധശാല അല്ലേ. അപ്പോൾ ഒരു ഗ്രാമത്തിലെ ഔഷധശാല, ഗ്രാമത്തിലെ മരുന്നുകട എന്നൊക്കെയാണ് നമ്മളെ ടൈറ്റിൽ അർത്ഥമാക്കുന്നത്. അതായത് നീമമരത്തിനെ കുറിച്ചുള്ള ചെറിയൊരു പാഠമാണ്. നീമമരം എന്ന് പറഞ്ഞെങ്കിൽ വേപ്പ് മരം. അപ്പോൾ അതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വലിയൊരു മരമാണ്. ആ മരമാണ് വില്ലേജ്, ഗ്രാമത്തിലെ മരുന്നുശാല എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നീം ട്രീയുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പാഠമാണ് ഇത്. നോക്കുക, ചെറിയൊരു സംഭാഷണ രീതിയിൽ. ദ വില്ലേജ് ഫാർമസി. It was already 6 in the evening. Nima, a student of Standard 8, had not yet returned home from school. Iniyavan, her father, a pediatrician at the city hospital, her mother Vembu, and her grandparents, who had come from the village, were very much worried. Nima entered just then with a sapling in her hand. It was already 6 in the evening. വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. എന്നിട്ടും നീമ, എ സ്റ്റുഡൻറ് ഓഫ് സ്റ്റാൻഡേർഡ് 8, 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ നീമ എന്ന പെൺകുട്ടി ഹാഡ് നോട്ട് യെറ്റ് റിട്ടേൺഡ് ഹോം ഫ്രം സ്കൂളിൽ നിന്ന് ഇതുവരെ മടങ്ങി വന്നിരുന്നില്ല. ഓക്കെ, ഹാഡ് റിട്ടേൺഡ്, മടങ്ങി വന്നിരുന്നില്ല. ഇനിയവൻ, ഹെർ ഫാദർ, അവളുടെ പിതാവായ ഇനിയവൻ. ആരാണ് പിതാവ്? പീഡിയാട്രിഷ്യൻ. സ്പെല്ലിങ് തെറ്റാതെ ഇരിക്കുക. പീഡിയാട്രിഷ്യൻ പറഞ്ഞെങ്കിൽ കുട്ടികളുടെ ഡോക്ടർ. ഓക്കെ, കുട്ടികളുടെ ഡോക്ടർ, ബാലപരിശോധകൻ. കുട്ടികളുടെ ഡോക്ടർമാർക്കാണ് പീഡിയാട്രിഷ്യൻ എന്ന് പറയൽ. പീഡിയാട്രിഷ്യൻ, കുട്ടികളുടെ ഡോക്ടർ. അപ്പോൾ കുട്ടികളുടെ സ്പെഷ്യൽ ഡോക്ടറാണ് ആര്? അവളുടെ പിതാവ്. അറ്റ് ദി സിറ്റി ഹോസ്പിറ്റലിലെ. അതേപോലെ ഹെർ മദർ വേമ്പു, അവളുടെ അമ്മയായ വേമ്പു. ആൻഡ് ഹെർ ഗ്രാൻഡ് പാരൻസ് മീൻസ് വലിയമ്മ, വലിയച്ഛന്മാർ, വലിയമ്മയും വലിയച്ഛനും. അവരൊക്കെ ഈ ഗ്രാൻഡ് പാരൻസ് അവരുടെ വീട്ടിലല്ല, ഹു ഹാഡ് കം ഫ്രം ദി വില്ലേജിൽ നിന്ന് വന്നതാണ്. വെർ വെരി മച്ച് വറീഡ്, ഇവരൊക്കെ വളരെ ദുഃഖിതരാണ്. കാരണം 6 മണിയായിട്ടും നീമ വീട്ടിലേക്ക് വന്നില്ല. വറി, വിഷമിക്കുക. WORRY, വറി, അതിൻ്റെ പാസ്റ്റാണ് വറീഡ്. നീമ എൻ്റർഡ് ജസ്റ്റ് ദെൻ വിത്ത് എ സാപ്ലിംഗ് ഇൻ ഹെർ ഹാൻഡ്. ആ ഒരു അവസരത്തിലാണ് ആര് പ്രവേശിച്ചത്? നീമ പ്രവേശിച്ചത്. ജസ്റ്റ് ദെൻ, അപ്പോൾ, ആ സമയത്ത്. വിത്ത് എ സാപ്ലിംഗ് ഇൻ ഹെർ ഹാൻഡ്, അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു സാപ്ലിംഗ് ഉണ്ടായിരുന്നു. സാപ്ലിംഗ് പറഞ്ഞെങ്കിൽ എന്താണ്? ഒരു മറ്റേത് ചെടിയുടെ ഒരു കഷ്ണം. സാപ്ലിംഗ്, തൈ എന്ന് പറയാം. സാപ്ലിംഗ്, തൈ, ചെറിയൊരു തൈ ഉണ്ടായിരുന്നു, കയ്യിലൊരു തൈ ഉണ്ടായിരുന്നു. ഓൾ, അപ്പോൾ എല്ലാവരും ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു, വൈ ആർ യു സോ ലേറ്റ് ഫ്രം സ്കൂൾ? നിനക്ക് എന്ത് പറ്റി മോളെ, നീ എന്താ ഇത്ര വൈകിയത്? നമ്മൾ ഈ പ്രയോഗങ്ങളെല്ലാം പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നമ്മൾ ജീവിതത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമാവുന്ന പ്രയോഗങ്ങളാണ്. വാട്ട് ഹാപ്പൻ ടു യു, വൈ ആർ യു സോ ലേറ്റ് ഫ്രം സ്കൂളിൽ നിന്ന് നീ ഇത്രയും വൈകിയെന്ത്? നീമ, it was a tearful homage that we paid at our school to the 94 children who died under the most tragic circumstances in Kumbakonam. It was a tearful homage. സ്കൂളിൽ എന്തുണ്ടായിരുന്നു? ഇറ്റ് വാസ് എ tearful homage, ഒരു ദുഃഖപൂർണമായ ഒരു ആദരാഞ്ജലി ഉണ്ടായിരുന്നു. ടീയർഫുൾ പറഞ്ഞെങ്കിൽ ടിയർ, കണ്ണുനീര്. അപ്പോൾ കണ്ണു നിറയുന്ന, അല്ലെങ്കിൽ ദുഃഖപൂർണമായ, ഇവിടെ ഉദ്ദേശം ദുഃഖപൂർണമായ. ടിയർ, കണ്ണീർ. ടിയർഫുൾ ഹോമേജ് തന്നെ ദുഃഖപൂർണമായ. ഹോമേജ്, ആദരാഞ്ജലി. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനം അല്ലേ, ആദരാഞ്ജലി. ദാറ്റ് വി പേഡ് അറ്റ് അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിൽ ഞങ്ങൾ നടത്തി. പേ, പാസ്റ്റ് പെയ്ഡ്. പേഡ് അറ്റ് അവർ സ്കൂൾ, നമ്മൾ സ്കൂളിൽ ഞങ്ങൾ എന്തായി? ഇവിടെ അർപ്പിച്ചു എന്നാണ്. പേ ഇല്ലാത്തതും പറയല്ലോ, അടച്ചു, പൈസ അടച്ചു. ഇവിടെ ആദരാഞ്ജലി അർപ്പിച്ചു. PAY, പാസ്റ്റ് PAID, പെയ്ഡ്. ഞങ്ങൾ അർപ്പിച്ചു അറ്റ് അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ആർക്കാണ്? ടു ദി 94 ചിൽഡ്രൻ,
94 കുട്ടികൾക്ക് ഹൂ ഡൈഡ് അവർ മരിച്ചിരിക്കുന്നു അണ്ടർ ദി മോസ്റ്റ് ട്രാജിക് സർക്കംസ്റ്റൻസസ് ഇൻ കുംഭകോണം. തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്ത് വളരെ ദാരുണമായ ചുറ്റുപാടിൽ മരിച്ച 94 കുട്ടികൾ. അവർ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് താഴെ നോക്കാം. ട്രാജിക് പറഞ്ഞെങ്കിൽ ദുരന്തപൂർണമായ സർക്കംസ്റ്റൻസസ് പറഞ്ഞെങ്കിൽ ചുറ്റുപാട്. സർക്കംസ്റ്റൻസ് എങ്ങനെ വായിക്കാം? ചുറ്റുപാട്. ട്രാജിക് ദുരന്തപൂർണമായ, വളരെ ദുരന്തപൂർണമായ അവസ്ഥയിൽ മരിച്ച കുംഭകോണം എന്ന സ്ഥലത്ത് മരിച്ച 94 കുട്ടികൾക്കുള്ള ഒരു ആദരാഞ്ജലി ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായി. ഇനി ചെറുതായിട്ട് ആ ട്രാജിക് സർക്കംസ്റ്റൻസ് എന്ത് നോക്കാം. ആ ഒരു ദുരന്തത്തെക്കുറിച്ച് ഏതോ ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ചെറിയൊരു, അല്ലെങ്കിൽ മാഗസീനിൽ വന്ന ചെറിയൊരു ന്യൂസ്, അതൊന്ന് നോക്കാം. ന്യൂസ് എന്ത് നോക്കാം. അത് ഇടയിൽ ഒരു മുത്തരിലായ ജുംലയാണ്. ട്രാജഡി അറ്റ് സ്കൂളിലെ ദുരന്തം. ട്രാജഡി ഓപ്പോസിറ്റ് കോമഡി ഓപ്പോസിറ്റ് ട്രാജഡി ദുരന്തം. ജി ശ്രീനിവാസൻ ഇൻ കുംഭകോണത്തിലുള്ള ആ സ്ഥലത്തുള്ള ശ്രീനിവാസൻ എന്ന ആളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത്? എ സ്കൂൾ ഇൻ കുംഭകോണം, തമിഴ്നാട്, ഇൻ വിച്ച് 94 ചിൽഡ്രൻ ഡൈഡ് റൈസസ് സീരിയസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്കൂളിൽ 94 കുട്ടികൾ മരിക്കാനിടയായ ഈ കാര്യം റൈസസ് സീരിയസ് ക്വസ്റ്റ്യൻസ്, വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അബൌട്ട് ദി സ്റ്റേറ്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഇൻ സ്കൂളിലെ പ്രാഥമിക അല്ലെങ്കിൽ ബേസിക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനെ കുറിച്ച്. 94 കുട്ടികൾ മരിച്ചു. അപ്പോൾ ഇനി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണ്ടേ? അതിന് ബന്ധപ്പെട്ടവർ പരിഹാരം കാണുന്നില്ലേ? ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല. കുട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട അതിപ്രധാന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചോദ്യചിഹ്നമാക്കി നിർത്തുകയാണ് ഈ സംഭവം. ക്ലാസസ് വെയർ ഓൺ ആസ് യൂഷ്വൽ അറ്റ് ദ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഇൻ കുംഭകോണം ഇൻ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റ് ഇൻ തമിഴ്നാടുവിലെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ ശ്രീകൃഷ്ണ സ്കൂൾ സാധാരണ രീതിയിൽ ക്ലാസ്സുകൾ പുരോഗമിക്കുകയായിരുന്നു. ആസ് യൂഷ്വൽ പറഞ്ഞെങ്കിൽ സാധാരണ രീതിയിലായിരുന്നു. ഇൻ ദി സ്കൂൾ കിച്ചൺ പ്രിപ്പറേഷൻസ് വെർ ഓൺ ടു കുക്ക് ദ മാസ് നൂൺ മീൽ, റൈസ്, സാമ്പാർ, എ സൈഡ് ഡിഷ് ആൻഡ് എ ബോയിൽഡ് എഗ് പെർ ചൈൽഡ്. സ്കൂളിൽ സാധാരണ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. എന്ത്? ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള. ഉച്ചയൂണ് എന്താണ്? അരി, ചോറ്, അതേപോലെ സാമ്പാർ, അതേപോലെ ഒരു സൈഡായിട്ടുള്ള ഒരു പലഹാരം, അതേപോലെ ഒരു കുട്ടിക്ക് ഒരു പുഴുങ്ങിയ മുട്ട, പുഴുങ്ങുക അല്ലേ. മാത്സ് പറഞ്ഞെങ്കിൽ സാധാരണ ഉരുളക്ക് പറയും. ഉരുള അല്ലെങ്കിൽ എന്ത്, നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതില്ലേ, മാവ്, ചോറ് അപ്പലാക്കാനുള്ള മാവ്. നോ വൺ നോട്ടീസ്ഡ് എ സ്മോൾ ഫയർ ഇൻ വൺ കോർണർ ഓഫ് ദി കിച്ചൺ. ആ കിച്ചണിലെ ഒരു മൂലയിൽ ഉയർന്നു വന്നിരുന്ന ആ ചെറിയ തീയെ ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കുക. ബട്ട് എ സ്ട്രോങ് വിൻഡ്, നോർമൽ ഇൻ ദി മന്ത് ഓഫ് ആദി ഇൻ ദി സ്റ്റേറ്റ്, സീംഡ് ടു ബ്രീത്ത് ന്യൂ ലൈഫ് ഇൻ ടു ദി ഫ്ലെയിംസ് ആൻഡ് സഡൻലി ദേ ലെഫ്റ്റ് ടു ക്യാച്ച് ദി thatched റൂഫ്. പക്ഷേ ശക്തമായ കാറ്റുണ്ടെങ്കിൽ ആ മാസത്തിൽ, ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ആ സൈഡ് വരുന്ന ഒരു സാധാരണ കാറ്റാണ്. എപ്പോഴും നല്ല ശക്തമായ കാറ്റുണ്ടാവും ഈ മാസങ്ങളിൽ. ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് അവരൊന്നിച്ച് ആദി എന്ന് പറയും അവിടെ തമിഴ്നാട്ടിൽ, ആദി. അപ്പോൾ ആദി മാസത്തിലുണ്ടാവുന്ന ആ കാറ്റ് seemed to breathe new life into the flames. അതെന്താക്കി? ആ ചെറിയ ജ്വാലകൾക്ക് പുതിയൊരു ലൈഫ് കൊടുത്തു, പുതിയൊരു കാറ്റ് കൊടുത്തു, പുതിയൊരു ജീവൻ കൊടുത്തു. ആൻഡ് സഡൻലി ദേ ലെഫ്റ്റ് പെട്ടെന്ന് എന്തായവ തുള്ളിച്ചാടി. ലീപ്പ് പാസ്റ്റ് ലെഫ്റ്റ്, LEAP ലീപ്പ്, അതിൻ്റെ പാസ്റ്റ് LEAPT ലെഫ്റ്റ്, തുള്ളിച്ചാടുക. ഈ കാറ്റ് വന്നതോടുകൂടി തീ എന്തായി? തുള്ളിച്ചാടി. അതിന് പുതുജീവൻ കിട്ടിയത് തുള്ളിച്ചാടി. ടു ക്യാച്ച് ദി thatched റൂഫ്, അത് എടുത്തേക്ക് വരെ ആ തീ എന്തിനെ പിടിച്ചു? അവിടെ ഓലമേഞ്ഞിരുന്ന ആ റൂഫിനെ പിടിച്ചു. ഓക്കെ, മേൽക്കൂര, റൂഫ് മേൽക്കൂര. thatched ഓലമേന, THATCH തേച്ച്, ഓലമേയുക, പുല്ല് മേയുക. അപ്പോൾ പുല്ല് മേഞ്ഞ ആ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചു.
സൂൺ സ്മോക്ക് ഫിൽഡ് ദ റൂംസ്. പെട്ടെന്ന് എന്തായി, പുകയാൽ റൂം നിറഞ്ഞു. ആൻഡ് ദ ചിൽഡ്രൻ റാൻ ടു ദി ഡോർ സ്ക്രീമിങ് ഫോർ ഹെൽപ്പ്. സഹായത്തിന് വേണ്ടി കുട്ടികൾ അട്ടഹസിച്ചുകൊണ്ട് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. സ്ക്രീം, അട്ടഹസിക്കുക. ദർ വാസ് നോ അതർ എസ്കേപ്പ് റൂട്ട് ആസ് ദ ഫ്ലെയിം സ്പ്രെഡ്. ഈ തീജ്വാലകൾ പരന്നത് കാരണത്താൽ രക്ഷപ്പെടാനുള്ള മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. എസ്കേപ്പ്, രക്ഷപ്പെടുക. ഫ്ലെയിം, തീജ്വാല. സ്പ്രെഡ്, പരക്കുക. ആൻഡ് ദെൻ ദ ബേണിംഗ് താച്ച് ഫെൽ. എന്ന് മാത്രമല്ല, കത്തിക്കൊണ്ടിരുന്ന ആ ഓലകൾ താഴേക്ക് വീണു. 75 ചിൽഡ്രൻ വെർ ബേൺഡ് അലൈവ്. ജീവനോടെ ആര് കത്തിക്കരിഞ്ഞു? 75 കുട്ടികൾ കത്തിക്കരിഞ്ഞു. ഓഫ് ദി അതർ 30 who suffered severe burns. ശക്തമായ പൊള്ളൽ ഏറ്റിരുന്ന 30 ബാക്കി കുട്ടികളിൽ നിന്ന് 18 ഡൈഡ് ഇൻ ദി ഹോസ്പിറ്റലിൽ 18 കുട്ടികൾ മരിച്ചു. സിവിയർ പറഞ്ഞെങ്കിൽ ശക്തമായ, സിവിയർ ശക്തമായ. ഇത് ഫ്രണ്ട് ലൈൻ കവർ സ്റ്റോറിയാണ്. 13 ഓഗസ്റ്റ് 2004 റിപ്പോർട്ട് ചെയ്തതാണ്. ഓക്കെ, ഫ്രണ്ട് ലൈൻ ഇല്ലേ നമ്മുടെ മാഗസിന്, ഇഷ്യൂ 16 ജൂലൈ ടു ഓഗസ്റ്റ് 13, 2004. അപ്പോൾ ഫ്രണ്ട് ലൈനിൻ്റെ ഈ ഒരു ഇഷ്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിടയിലുള്ള ഒരു ന്യൂസ് മാത്രമാണ് ഇത്. നമ്മൾ നമ്മുടെ മദർ ടങ്ങിലേക്ക്, മലയാളത്തിലേക്ക് ഇതേപോലെ പരിഭാഷ ചെയ്തിട്ട് അയച്ചു തരണം, ടെലിഗ്രാമിൽ അയച്ചു തരണം. ഓക്കെ. ഇനി വേമ്പു. ഇറ്റ് വാസ് എ ടെറിബിൾ ആക്സിഡൻറ്റ്. ഇത് വല്ലാതൊരു ടെറിബിൾ പറഞ്ഞെങ്കിൽ വേദനാജനകമായ ഒരു സംഭവമാണല്ലോ. പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലോ. ഗ്രാൻഡ്മ. നീമ, ഹൗ ഡിഡ് യുവർ സ്കൂൾ ചിൽഡ്രൻ പേ ഹോമേജ്? നിങ്ങൾ സ്കൂളിൽ ആദരാഞ്ജലി അർപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയായിരുന്നു? നീമ. അപ്പോൾ നീമ പറയുന്ന, ഗ്രാൻഡ്മ, വി ഹാവ് പ്ലാന്റഡ് 94 നീം സാപ്ലിങ്സ് ഇൻ അവർ സ്കൂൾ ക്യാമ്പസ് ഇൻ മെമ്മറി ഓഫ് ദി ഡിപ്പാർട്ടഡ് സോൾസ്. വേർപിരിഞ്ഞ ആത്മാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ 94 വേമ്പ് മരത്തിൻ്റെ തൈകൾ നട്ടു. സാപ്ലിങ്സ്, തൈ അല്ലേ. മെമ്മറി, ഓർമ്മ. ഡിപ്പാർട്ട്, വേർപിരിയുക. ഡിപ്പാർച്ചർ എന്നറിയല്ലേ, എയർപ്ലെയിൻ്റെ സമയം കൊടുക്കുന്നിടത്തുള്ള ഡിപ്പാർച്ചർ എന്ന് പറയും, പിരിയാനുള്ള സമയം. സോൾ, ആത്മാവ്. വി സീ ഇൻ ദി സാപ്ലിങ്സ് ദ ഇമേജസ് ഓഫ് ദി ചിൽഡ്രൻ ഹൂസ് ലൈഫ്സ് വെർ മെർസിലെസ്ലി നിപ്പ്ഡ് ഇൻ ദി ബഡ്. വി സീ ഇൻ ദി സാപ്ലിങ്സ്, നമ്മൾ ഈ തൈകളിലൂടെ കാണുന്നു, ദ ഇമേജസ് ഓഫ് ദി ചിൽഡ്രൻ, കുട്ടികളുടെ രൂപങ്ങൾ, ഹൂസ് ലീവ്സ്, അവരുടെ ജീവിതങ്ങൾ, വെർ മെർസിലെസ്ലി, നിർദ്ദയം, നിപ്പ്ഡ് ഇൻ ദി ബഡ്, മുളയിലെ നുള്ളപ്പെട്ട. അപ്പോൾ അവരുടെ ജീവിതങ്ങൾ മുളയിലെ ചെറിയ പ്രായത്തിൽ തന്നെ നുള്ളപ്പെട്ട ആ പാവം കുട്ടികളുടെ രൂപങ്ങൾ ഞങ്ങൾക്ക് ഈ ചെടികളിലൂടെ കാണുന്നുണ്ട് എന്ന് അവൾ പറഞ്ഞു. നിപ്പ് ഇൻ ദി ബഡ് പറഞ്ഞെങ്കിൽ അതൊരു പ്രയോഗമാണ്. മുളയിലെ നുള്ളുക, ചെറിയ പ്രായത്തിലെ ഇല്ലാതാക്കുക. NIP, നിപ്പ് ഇൻ ദി ബഡ്, അതിൻ്റെ പാസ്റ്റാണ് ഇപ്പോൾ. നിപ്പ് ഇൻ ദി ബഡ് പറഞ്ഞെങ്കിൽ മുളയിലെ നുള്ളുക. ഐ ഹാവ് ബ്രോട്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. BRING, ബ്രിങ്, പാസ്റ്റ്, ബ്രോട്ട്, കൊണ്ടുവരിക. ഹോം, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺ സാപ്ലിംഗ്, ഒരു തൈ. ടു ബി പ്ലാന്റഡ് ഇൻ അവർ ഗാർഡൻ, നമ്മുടെ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ നടാൻ വേണ്ടി. വേമ്പു. ആരാണ് വേമ്പു? ആര്? ഇവളെ അമ്മ അല്ലേ. ദാറ്റ് ഈസ് എ ഫിറ്റിംഗ് ജെസ്റ്റർ ഓൺ ദി പാർട്ട് ഓഫ് യുവർ സ്കൂൾ. നിങ്ങളെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ട് നല്ലൊരു അനുയോജ്യമായ ഒരു ചേഷ്ട തന്നെയാണ് ഈ കാര്യം. ജെസ്റ്റർ പറഞ്ഞെങ്കിൽ നല്ലൊരു സൂചന. ജെസ്റ്റർ, സൂചന. GESTURE, ജെസ്റ്റർ, സൂചന, ചേഷ്ട അല്ലെങ്കിൽ സൂചന. അപ്പോൾ ഏതായാലും അത് നല്ലൊരു മുന്നേറ്റമാണ്, നല്ലൊരു കാര്യമാണ്, നല്ലൊരു സൂചനയാണ്. ഇനിയവൻ, അപ്പോൾ അവളുടെ പിതാവൻ. യെസ്, ഐ അഗ്രി, ഞാൻ സമ്മതിക്കുന്നു. ബൈ ദി വേ, നീമ, ഡു യു നോ ദാറ്റ് നീം ഹാസ് എ ലോട്ട് ഓഫ് മെഡിസിനൽ വാല്യൂസ്? ബൈ ദി വേ, നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്കല്ല പറയും ബൈ ദി വേ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കാട് കയറുന്നുണ്ടെങ്കിൽ, സംസാരത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെങ്കിൽ വീണ്ടും വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറയും ബൈ ദി വേ അല്ലേ. ബൈ ദി വേ, നീമ, ഡു യു നോ, നിനക്കറിയുമോ ദാറ്റ് നീം ഹാസ് എ ലോട്ട് ഓഫ് മെഡിസിനൽ വാല്യൂസ്? ഈ വേപ്പ് മരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്ന കാര്യം നിനക്കറിയുമോ? മെഡിസിനൽ വാല്യൂസ്, ഔഷധ ഗുണങ്ങൾ. നീമ, നോ ഐ ഡോണ്ട്, എനിക്കറിയില്ല. ഐ വുഡ് certainly ലൈക്ക് ടു നോ, പക്ഷേ ഞാൻ തീർച്ചയായും അത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. certainly, തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ്മ,
ഐ തിങ്ക് യുവർ ഗ്രാൻഡ് പാ വിൽ ബി ദി റൈറ്റ് പേഴ്സൺ ടു ടെൽ യു അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും അനുയോജ്യനായ പുരുഷൻ നിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ വില്ലേജ് ഓൾ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മുഴുവൻ കാലം അദ്ദേഹം വില്ലേജിൽ ഗ്രാമത്തിൽ താമസിച്ച ആളാണ്. ആൻഡ് ഹീ നോസ് ബെറ്റർ ദാൻ എനിബഡി എൽസ്. ആരെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അറിയാം ദാറ്റ് ഇറ്റ് ഈസ് ദ വില്ലേജ് ഫാർമസി. എന്ത് ഈ നീം എന്നതൊരു ഗ്രാമത്തിലെ ഔഷധശാലയാണ്, മരുന്നുശാലയാണ് എന്ന് എൻ്റെ ഗ്രാൻഡ് പയ്ക്ക് അറിയാം. അതുകൊണ്ട് ഗ്രാൻഡ് പ നിനക്ക് പറഞ്ഞു തരും. അപ്പം നീമ, ഗ്രാൻഡ് പാ ഡു ടെൽ മീ അബൌട്ട് ദി മെഡിസിനൽ വാല്യൂ ഓഫ് ദി നീം. നീമിൻ്റെ ഔഷധ ഗുണങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? ഇൻഫാക്ട് വി ഹാവ് എ സയൻസ് എക്സിബിഷൻ ഇൻ അവർ സ്കൂൾ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? ഒരു സയൻസിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്താക്കണം? എനിക്ക് പറഞ്ഞു തരണം. നീമിനെ കുറിച്ചുള്ളൊരു എക്സിബിഷനിൽ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് എനിക്ക് പറഞ്ഞു തരണം. മേ ബി അവർ ക്ലാസ് കുഡ് പ്രിപ്പയർ സംതിങ് ഓൺ ദി നീം. നമ്മുടെ ക്ലാസ് നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ നീമിനെ കുറിച്ച്, വേപ്പിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ എക്സിബിഷന് വേണ്ടി തയ്യാറാക്കാം. ഓക്കെ. അതിനടുത്ത ഇറ്റ് ഈസ് ട്രൂ ദാറ്റ്. ഇതൊരു വസ്തുതയാണ്. വി വില്ലേജസ് കോൾ ദ നീം ട്രീ അവർ വില്ലേജ് ഫാർമസി. ഈ നീം ട്രീയെ ഞങ്ങൾ ഗ്രാമക്കാർ വില്ലേജ് ഫാർമസി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വല്യപ്പ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. എന്തിനാണ് സ്കൂളിൽ ഒരു എക്സിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞു? എക്സിബിഷന് പ്രദർശനം, എക്സിബിഷൻ പ്രദർശനം, സ്പെല്ലിംഗ് തെറ്റാതെ എഴുതുക. ടു ബിഗിൻ വിത്ത്, തുടങ്ങാൻ വേണ്ടി, ലുക്ക് അറ്റ് മൈ ടീത്ത്, എൻ്റെ പല്ലിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഐ ആം 80, എനിക്ക് 50 വയസ്സായി. ക്യാൻ യു ബിലീവ്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇസ് താങ്ക്സ് ടു ദ നീം ട്യൂബ്സ് ദാറ്റ് ഐ യൂസ് ടു ക്ലീൻ മൈ ടീത്ത് എവറി മോർണിംഗ്. എല്ലാ രാവിലെയും എൻ്റെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഈ നീം മരത്തിൻ്റെ ട്വിഗുകൾ കാരണത്താലാണ്. TWIG, ട്വിഗ് പറഞ്ഞെങ്കിൽ ചുള്ളി, മരച്ചുള്ളി, മരത്തിൻ്റെ ചെറിയ കൊമ്പുണ്ടാവില്ല, അത് മരച്ചുള്ളി. ഓക്കെ, ചെറിയ ചെറിയ കൊമ്പ് കേട്ടോ, കൊമ്പ്, മരക്കൊമ്പ്. ട്വിഗ് പറഞ്ഞെങ്കിൽ മരക്കൊമ്പ്. അപ്പോൾ താങ്ക്സ് ടു ദി നീം ട്വിഗ് പറഞ്ഞെങ്കിൽ നീം ട്വിഗ് കാരണത്താലാണ്. താങ്ക്സ് ടു എന്ന് ചിലപ്പോൾ കാരണത്താൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കലുണ്ട്. നന്ദി എന്നല്ല, കാരണത്താൽ. താങ്ക്സ് ടു, കാരണത്താൽ. ലുക്ക് അറ്റ് മൈ സ്കിൻ, എൻ്റെ തൊലിയിലേക്ക് നോക്കൂ. സ്റ്റിൽ ബ്ലെമിഷ്ലെസ് ആസ് എ ചൈൽഡ്സ്. ചെറിയ കുട്ടിയുടെ തൊലി പോലെ കളങ്കമില്ലാത്തതാണ്. ബ്ലെമിഷ്, കളങ്കം. ബ്ലെമിഷ് ലെസ് തന്നെ കളങ്കമില്ലാത്തത്. ഓക്കെ, ബ്ലെമിഷ് ലെസ്, കളങ്കമില്ലാത്തത്. താങ്ക്സ് അഗൈൻ ടു ദി നീം പേസ്റ്റ്. ഇത് എന്ത് കാരണത്താലാണ്? ഈ നീമിൻ്റെ കുഴമ്പ് കാരണത്താലാണ്. പേസ്റ്റ്, കുഴമ്പ്. ദാറ്റ് ഐ അപ്ലൈ റെഗുലർലി. ഞാൻ ഇടയ്ക്കിടെ എന്താക്കാറുണ്ട്? അതിനെ അപ്ലൈ, തേക്കാറുണ്ട്. ഓക്കെ. ഐ ആം ഹെയിൽ ആൻഡ് ഹേർട്ടി ഈവൻ അറ്റ് 80. 80-ാം വയസ്സിൽ വരെ ഞാൻ എന്താണ്? ഹെയിൽ ആൻഡ് ഹേർട്ടി എന്ന് പറഞ്ഞെങ്കിൽ അത് പ്രയോഗമാണ്, എഴുതണം നിർബന്ധമായിട്ടും. ഹെയിൽ ആൻഡ് ഹേർട്ടി പറഞ്ഞെങ്കിൽ, ഹെയിൽ ആൻഡ് ഹേർട്ടി പറഞ്ഞെങ്കിൽ ആരോഗ്യവാൻ. ഞാൻ 80-ാം വയസ്സിലും ആരോഗ്യവാനാണ്. കാരണം ഞാനിത് എപ്പോഴും നീമിൻ്റെ കൊമ്പുകളും അതേപോലെ അതിൻ്റെ പേസ്റ്റും അതെല്ലാം ഉപയോഗിക്കലുണ്ട്. താങ്ക്സ് ഓൺസ് അഗൈൻ ടു ദി നീം ജ്യൂസ് ദാറ്റ് ഐ ഡ്രിങ്ക്. ഇത് ഞാൻ ഇപ്പോഴും ആരോഗ്യവാനാവാനുള്ള കാരണം എന്താണ്? താങ്ക്സ് ഓൺസ് അഗൈൻ ടു, എന്ത് കാരണത്താലാണ്? നീം ജ്യൂസ് ദാറ്റ് ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്ന നീമിൻ്റെ ജ്യൂസ് കാരണത്താലാണ്. ഡ്രിങ്ക് പാസ്റ്റ് ഡ്രാങ്ക്, DRANK. പാസ്റ്റ് പാർട്ടിസിപ്പിൾ DRUNK, ഡ്രങ്ക്. ഇറ്റ് പ്യൂരിഫൈസ് ദ ബ്ലഡ്. അതെന്താക്കുന്നുണ്ട്? പ്യൂരിഫൈ, ശുദ്ധീകരിക്കുന്നു ദി ബ്ലഡ്, എൻ്റെ ചോരയെ. ആൻഡ് ക്യൂർസ്, അത് സുഖപ്പെടുത്തുന്ന ഓൾ എയിൽമെൻറ്റ്സ്, എല്ലാ രോഗങ്ങളെയും. എയിൽമെൻറ്റ് രോഗങ്ങൾ. ഡു യു നോ, നിനക്കറിയോ? വാട്ട് മോട്ടിവേറ്റഡ് യുവർ ഫാദർ ടു ബിക്കം എ ഡോക്ടർ. നിൻ്റെ ഉപ്പ ഡോക്ടറാവാനുള്ള കാരണം എന്തെന്ന് എനിക്കറിയോ? ഡോക്ടറാവാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയുമോ? ഹി യൂസ്ഡ് ടു വാച്ച് മൈ ഫാദർ. നിൻ്റെ ഫാദർ യൂസ്ഡ് ടു, പതിവുണ്ടായിരുന്നു. യൂസ്ഡ് ടു, അതും പ്രയോഗമാണ്. യൂസ്ഡ് ടു ഗോ എന്ന് പറഞ്ഞെങ്കിൽ പോകൽ പതിവുണ്ടായിരുന്നു. യൂസ്ഡ് ടു വാച്ച് പറഞ്ഞെങ്കിൽ നോക്കൽ പതിവുണ്ടായിരുന്നു. യൂസ്ഡ് ടു പ്ലേ, കളിക്കൽ പതിവുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ പിതാവ് യൂസ്ഡ് ടു വാച്ച്, നോക്കൽ, വീക്ഷിക്കൽ പതിവുണ്ടായിരുന്നു. മൈ ഫാദർ, എൻ്റെ അച്ഛനെ, അതായത് എൻ്റെ അച്ഛൻ്റെ വല്യച്ഛനെ. പ്രിപ്പയറിങ് മെഡിസിൻസ്, എന്താക്കൽ? ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനെ നോക്കുമായിരുന്നു.
ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി നീം, നീമിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, അതായത് ഇറ്റ്സ് ബാർക്ക് അതിൻ്റെ തോല്, സീഡ്സ് വിത്തുകൾ, ആൻഡ് ലീവ്സ് അതേപോലെ ഇലകളിൽ നിന്നൊക്കെ. ദാറ്റ് ക്രിയേറ്റഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ മെഡിസിൻ, അതാണ് നിൻ്റെ പിതാവിന് ഈ മരുന്നിനോട് ഇത്ര താല്പര്യം ഉണ്ടാക്കിയത്. ഓക്കെ, ലാസ്റ്റ് ഈ പാരഗ്രാഫും കൂടെ നോക്കാം. Traditionally in India, the neem has been used widely as a medicine for many centuries. പാരമ്പര്യമായി in India, ഇന്ത്യയിൽ the neem has been used. അതേത് ടെൻസ് ആണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല. the neem has been used. സോറി, എന്തല്ല, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, പക്ഷേ എന്തല്ല, ആക്റ്റീവ് അല്ല, പാസീവാണ്. ദ നീം ഹാസ് ബീൻ യൂസ്ഡ്, നീം ഉപയോഗിക്കപ്പെട്ടിരുന്നു, വൈഡ്ലി വളരെ വിശാലമായി, ആസ് എ മെഡിസിൻ ഒരു മരുന്നായിട്ട്, ഫോർ മെനി സെഞ്ചുറീസ് ഒരുപാട് നൂറ്റാണ്ടുകളോളം. ഇറ്റ് ക്യാൻ ഫൈറ്റ് ഇൻഫ്ലമേഷൻ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് അൾസേഴ്സ്. ഇറ്റ് ക്യാൻ ഫൈറ്റ്, ഈ നീം ഈ വേപ്പിന് എന്താക്കാൻ പറ്റും? പൊരുതാൻ പറ്റും. ഇൻഫ്ലമേഷൻ പറഞ്ഞെങ്കിൽ വ്രണം അല്ലെങ്കിൽ പഴുപ്പ് എന്നറിയില്ലേ, വീക്കം, പഴുപ്പ്, ആ പഴുപ്പിനോട് പോരാടാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ, അതേപോലെ അമിതമായ ടെൻഷനെതിരെ, അമിതമായ സമ്മർദ്ദത്തിനെതിരെ ശരീരത്തിലുണ്ടാവുന്ന അമിതമായ സമ്മർദ്ദം, രക്തസമ്മർദ്ദത്തിനെതിരെ പോരാടാൻ പറ്റും. ആൻഡ് അൾസർ പറഞ്ഞെങ്കിൽ പുണ്ണ്, വയറ്റിൽ കുടലിൽ ഉണ്ടാകുന്ന പുണ്ണാണ്. അപ്പോൾ അതിനെതിരൊക്കെ പോരാടാൻ പറ്റും. ഇറ്റ് ക്യാൻ കോംബാറ്റ് ഡയാബറ്റീസ് ആൻഡ് മലേറിയ. ഇറ്റ് ക്യാൻ കോംബാറ്റ്, അതിന് മത്സരിക്കാൻ പറ്റും. പോരാടുക, പോരാടാൻ പറ്റും. ഡയബറ്റീസ് പറഞ്ഞെങ്കിൽ പ്രമേഹം, ഡയബറ്റീസ്, പ്രമേഹത്തോടും അതിൻ്റെ മലേറിയ, മലമ്പനിയോടൊക്കെ പോരാടാൻ പറ്റും. ആർക്ക്? ഈ നീമിന്, വേപ്പിലേക്ക്. ബോയിൽസ്, റാഷസ് ആൻഡ് വൂൺസ് ഡിസപ്പിയർ ഇൻ നോ ടൈം. ബോയിൽസ് അല്ലെങ്കിൽ ചൊറികൾ, റാഷും ചൊറികൾ തന്നെ, ചൊറികളും കുരുകളും. ബോയിൽ കുരു, റാഷസ് ചൊറികൾ, ആൻഡ് വൂൺസ് മുറിവുകൾ. ഡിസപ്പിയർ ഇൻ നോ ടൈം പെട്ടെന്ന് അപ്രത്യക്ഷമാവും. അതും ഒരു പ്രയോഗമാണ്. എഴുതിക്കോ, ഡിസപ്പിയർ ഇൻ നോ ടൈം. ഇൻ നോ ടൈം എന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന്, ഇൻ നോ ടൈം പെട്ടെന്ന്, ഇൻ നോ ടൈം എഴുതിക്കോ. ഇൻ നോ ടൈം പറഞ്ഞെങ്കിൽ സഡൻലി പെട്ടെന്ന്. അപ്പോൾ കുരുകളും അതേപോലെ ചൊറികളും മുറിവുകളും എല്ലാം പെട്ടെന്ന് പോകും. യു നെയിം ഇറ്റ് ആൻഡ് ദ നീം ക്യൂർസ് ഇറ്റ്. യു നെയിം ഇറ്റ്, നീ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, എന്ത് രോഗമുണ്ടെങ്കിലും ശരി, ആൻഡ് ദ നീം ക്യൂർസ് ഇറ്റ്, ഈ നീം വേപ്പിലെന്നെല്ലാം സുഖപ്പെടുത്തുന്നു. സുഖപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് എ പനാസിയ ഫോർ മെനി എയിൽമെൻറ്റ്സ്. ഇറ്റ്സ് എ പനാസിയ അല്ലെങ്കിൽ ഒറ്റമൂലി. ഒറ്റമൂലി. ഇറ്റ്സ് എ പനാസിയ, PANACEA. ഇറ്റ്സ് എ പനാസിയ, അതെന്താണ്? ഒരു ഒറ്റമൂലിയാണ്. ഫോർ മെനി എയിൽമെൻറ്റ്സ്, ഒരുപാട് രോഗങ്ങൾക്ക്. ഈവൻ ആസ് ഏർലി ആസ് 4000 to 4500 years ago, 4000-4500 വർഷങ്ങൾക്ക് മുമ്പ് വരെ, വേരിയസ് പാർട്സ് ഓഫ് ദ നീം ട്രീ വെർ യൂസ്ഡ് ഇൻ ദ കോസ്മെറ്റിക്സ് ആൻഡ് മെഡിസിനൽ പ്രോഡക്ട്സ് ബൈ ഈസ്റ്റ് ഇന്ത്യൻ ഹാരപ്പൻസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വരെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് നീമിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ വെർ യൂസ്ഡ് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഇൻ കോസ്മെറ്റിക്സ്, സുഗന്ധദ്രവ്യങ്ങളിൽ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ. കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക എന്നാണ് അർത്ഥം. കോസ്മെറ്റിക്സ് അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കുറേ സാധനങ്ങളല്ല അതിൽ. കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സുഗന്ധങ്ങൾക്കും പറയും. ആൻഡ് മെഡിസിനൽ പ്രോഡക്ട്സ്, അതേപോലെ ഔഷധ ഉൽപ്പന്നങ്ങളിലും എന്തുപയോഗിക്കുമായിരുന്നു? നീം ട്രീ ഉപയോഗിക്കുമായിരുന്നു. എപ്പോൾ? 4000-4500 വർഷങ്ങൾക്ക് മുമ്പ്. ആര് ഉപയോഗിച്ചിരുന്നു? ബൈ ഈസ്റ്റ് ഇന്ത്യൻ ഹാരപ്പൻസ്. ഹരപ്പൻ സിവിലൈസേഷനിൽ, ഹരപ്പനില്ലേ നമ്മളെ പണ്ടത്തെ സംസ്കാരം, ഹരപ്പൻ സംസ്കാരം, അവിടെ വസിച്ചിരുന്ന ഹരപ്പയിലെ ഈസ്റ്റ് ഭാഗത്ത് വസിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യൻ ഹരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നു. എവിഡൻസ് ഓഫ് ദീസ് യൂസസ് എക്സിസ്റ്റ് ഇൻ ദ റിമെയിൻസ് എക്സ്കാവേറ്റഡ് അറ്റ് ദ ഹാരപ്പൻ സൈറ്റ്. എവിഡൻസ് പറഞ്ഞാൽ തെളിവ്. എവിഡൻസ് ഓഫ് ദീസ് യൂസസ്, ഈ ഉപയോഗങ്ങളുടെ തെളിവുകൾ, എക്സിസ്റ്റ് നിലനിൽക്കുന്നു, ഇൻ ദ റിമെയിൻസ്. റിമെയിൻസ് പറഞ്ഞെങ്കിൽ അവശിഷ്ടങ്ങൾ,
അവശിഷ്ടങ്ങളിൽ എക്സ്കവേറ്റഡ് കുഴിച്ചെടുത്ത അവശിഷ്ടങ്ങളിൽ എക്സ്കവേറ്റഡിനെ കുഴിച്ചെടുക്കുക. അടുത്ത ഹാരപ്പൻ സൈറ്റ് ഹാരപ്പൻ സ്ഥലത്ത് സൈറ്റ് സ്ഥലം. ദീസ് ഡേയ്സ് ഈ ദിവസങ്ങളിൽ ഈവൻ ടൂത്ത് പേസ്റ്റുകളും സോപ്പ് ആൻഡ് ഷാംപൂ ആർ മെയ്ഡ് ഫ്രം ദ നീം ഇതൊക്കെ വേപ്പിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. ബാക്കി നാളെ എടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.